വൈകിട്ട് 7:30 ബസ് വന്നത്. ഒരു സെമി സ്ലീപ്പർ ക്ലാസ് വോൾവോ ബസ്സായിരുന്നു അത്. കോംപ്ലിമെൻ്ററിയായി ഒരു പുതപ്പും ഒരു ബോട്ടിൽ വെള്ളവും കിട്ടി. കയ്യിൽ കരുതിയ ഫ്രൂട്ട്സ് കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രാമധ്യേ ബസ് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയതിനാൽ പുറത്തേക്ക് ഇറങ്ങിയില്ല. കുറച്ച് ദൂരം ചെന്നപ്പോൾ വയനാട് ചുരം ഓർമ്മിപ്പിക്കും വിധം ഒരു നല്ല മനോഹരമായ കാഴ്ച ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. കൂടാതെ പുതുതായി പണി കഴിപ്പിക്കുന്ന 2 തുരങ്കങ്ങളും പോകും വഴിയുണ്ടായിരുന്നു. ഒരു വശത്ത് കൂറ്റൻ മലനിരകളും എതിർവശത്ത് അഗാധമായ കൊക്കയുമായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലും. ഭയാനകമായ ആ ചെറു റോഡിലൂടെ ഞങ്ങൾ നേരെ എത്തിയത് ഒരു തുരങ്കത്തിലേക്കായിരുന്നു. അതിമനോഹരമായി ക്രമീകരിച്ച ഒരു വലിയ തുരങ്കപാത. ഏകദേശം 1-2 കിലോമീറ്റർ ദൂരം കാണും ഈ തുരങ്കപാതയ്ക്ക്. കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം ഞങ്ങൾ അടുത്ത തുരങ്കപാതയിലെത്തി. പുതുതായി നിർമ്മിച്ചതുകൊണ്ടാകാം അതിൽ പറയത്തക്ക സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നേരിയ വെളിച്ചം മാത്രം. ഒരു ചെറിയ മയക്കത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. കൂടെയുള്ള യാത്രികരിൽ ഒരാൾ പറഞ്ഞു, കുളു എത്തി. ദൂരെയുള്ള മഞ്ഞുമലകൾ ഞങ്ങൾക്ക് ബസ്സിലിരുന്ന് തന്നെ കാണാൻ കഴിഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 8:30 ഞങ്ങൾ മണാലിയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ വോൾവോ ബസ് സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവർ ഞങ്ങൾ ഹോട്ടലിലെത്തിച്ച് 5 മണിക്ക് തിരിച്ചെത്താമെന്ന് പറഞ്ഞ് പോയി. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഓർഡർ ചെയ്തു. റൂം സർവീസ് സൗകര്യമുള്ളതിനാൽ ഞങ്ങൾക്ക് ഫുഡ് റൂമിൽ അവരെത്തിച്ചു തന്നു. ലഞ്ചിനായി ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. നല്ലൊരു വ്യൂവും കണ്ട് ആ ഫ്രൈഡ് റൈസ് ഞങ്ങൾ മെല്ലെ കഴിച്ചു. ഒരുപാട് സോസ് ഒഴിച്ചതുകൊണ്ടാകാം ഞങ്ങൾക്ക് അത് അധികം ഇഷ്ടപ്പെട്ടില്ല. സമയം 5 മിസ്റ്റർ ലക്കി ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഹോട്ടലിൻ്റെ മുന്നിലെത്തി. മണാലിയുടെ മനോഹാരിത കണ്ട് ഞങ്ങൾ നേരെ പോയത് ഹിഡിംബി ടെമ്പിളിലേക്കായിരുന്നു. ഹിഡിംബി ടെമ്പിളിലേക്കുള്ള വഴിയിൽ ഡ്രൈവർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചെത്തുമ്പോൾ വിളിക്കാൻ നിർദ്ദേശം നൽകി അദ്ദേഹം പോയി. ഈ പാതയിലൂടെ കുറച്ച് മുന്നോട്ടേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യമായി യാക്കിനെ കണ്ടു. പശുവിനോട് ചെറിയ സാദൃശ്യമുണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിയായിരുന്നു യാക്ക്. പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലായി കച്ചവടക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു.
നടപ്പാതയുടെ വശങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മരങ്ങൾ കാഴ്ചയുടെ ഭംഗി കൂട്ടി. ബദ്രിനാഥ് ഫിലിമിൽ കണ്ട ചില സീനുകൾ ഇവിടെ നിന്ന് എടുത്തതാണോ എന്ന് വരെ തോന്നിപ്പോയി. അത്രയും മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. പുരാതനമായ ആർക്കിടെക്ചർ ആയിരുന്നുവെങ്കിലും വളരെ ആകർഷകമായിരുന്നു ഈ ടെമ്പിൾ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേർ ഫാമിലിയായും ഫ്രണ്ട്സായും കപ്പിളായും ഇവിടെ വന്നിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അമ്പലത്തിനുള്ളിലേക്ക് കയറേണ്ട വരിയിൽ ഞങ്ങളും പോയി നിന്നു. ഫോട്ടോഗ്രാഫി നിരോധിച്ചു എന്ന ബോർഡ് അവിടെ ഉള്ളതിനാൽ ഞാൻ ഉള്ളിലേക്കുള്ള വീഡിയോ അധികം എടുക്കാൻ പോയില്ല. പല മൃഗങ്ങളുടേതായ കൊമ്പുകൾ അവിടെ കാണാമായിരുന്നു. അധികം വൈകാതെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. ചെറിയൊരു മണി മുഴക്കി ഒരു ചെറിയ കവാടത്തിനുള്ളിലൂടെ ഞങ്ങൾ ഉള്ളിലെത്തി. പാറക്കടയിലെ ചെറിയൊരു വിഗ്രഹം കണ്ട് തൊഴുത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അടുത്തു തന്നെ വീരഘടോത്കച്ച് ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പോയത്. വഴിയോരങ്ങളിൽ കൈകൊണ്ട് നിർമ്മിക്കുന്ന പലതും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു നീങ്ങി. വലിയ മരത്തിന് താഴെ ചെറിയൊരു പ്രതിഷ്ഠ, അതായിരുന്നു വീരഘടോത്കച്ച്. വഴിയോര കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഒരുപാട് പേർ മണാലിയുടെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ മുന്നോട്ട് പോയി. അത്യാവശ്യം നല്ല രീതിയിൽ ഭാഷാജ്ഞാനമുള്ളവരാണ് ഇവിടെയുള്ള കച്ചവടക്കാർ. ഒരാൾക്ക് 50 രൂപയാണ് വസ്ത്രത്തിൻ്റെ വാടക. അടുത്തു തന്നെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് റെഡിയായിരിക്കും. ഒരു ഫോട്ടോസിന് 30 രൂപ എന്ന നിരക്കിലായിരിക്കും അവർ പറയുക. നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാർഗൈൻ ചെയ്യാനും പറ്റും. ഹിഡിംബി ടെമ്പിളിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അധികം വൈകാതെ തന്നെ ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അടുത്തതായി ഞങ്ങൾ നേരെ പോയത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമയായിരുന്നു ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഈ മൊണാസ്ട്രി 2 നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അടുത്ത നിലയിലേക്ക് ചെന്നപ്പോൾ ബുദ്ധൻ്റെ തലയുടെ ഭാഗം വളരെ നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞു. വേറെയും പല വിഗ്രഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒന്നിലും തൊടാൻ പാടില്ല എന്ന നിർദ്ദേശവും അവിടെ തന്നെ കണ്ടു. ഈ കാഴ്ചകൾ കണ്ട് സമാധാനമായി ഇരിക്കാൻ ഒരു ചെറിയ ഇരിപ്പിടവും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഇരുന്നതിനു ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. വളരെ മനോഹരമായ പല കൺസ്ട്രക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഐതിഹ്യങ്ങളാണോ എന്നറിയില്ല, പലതരത്തിലുള്ള ചിത്രങ്ങൾ ആ ചുമരുകളിൽ വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ മനോഹരമായിരുന്നു. മൊണാസ്ട്രിയുടെ ചുറ്റും ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരുപാട് വീലുകളുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും അത് മൊത്തം കറക്കി നേരെ മാൾ റോഡിലേക്ക് പോയി. പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡും കച്ചവട സാധനങ്ങളും ഞങ്ങൾ മാൾ റോഡിൽ കണ്ടു. അവിടെ തന്നെ ഒരു ചെറിയൊരു അമ്പലവും കണ്ടു.
നല്ല തണുപ്പത്ത് നല്ലൊരു ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി 2 ഐസ്ക്രീം വാങ്ങി. എട്ട് ഫ്ലേവറോട് കൂടിയ ഒരു ഐസ്ക്രീം. നല്ല തണുപ്പിൽ ആ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ അടുത്തതായി ട്രൈ ചെയ്യാൻ പോയത് മൊമ്മൂസ് ആയിരുന്നു. ബില്ലിംഗ് ചെയ്ത് ഞാൻ പോയി ആ മൊമ്മൂസ് വാങ്ങി വന്നു. നല്ല ചൂടോടെയുള്ള ഒരു മൊമ്മൂസ്. നല്ല തണുപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ആ ചൂടോടെ മൊമ്മൂസ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. റൂമിൽ തിരിച്ചെത്തി ഡിന്നർ കഴിച്ചു. രാവിലെ 6 മണിക്ക് പുറപ്പെടാമെന്നാണ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്.